അവൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി ഉദിച്ചല്ലോ. ആ, ഓരോന്നിനും ഓരോ കാലമുണ്ട് രേവു. അവള് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി വൈകിപ്പിക്കണ്ട. നമ്മൾ തീരുമാനിക്കുന്ന ആരായാലും അവൾക്ക് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. അതൊരു സമാധാനം തന്നെയാ. സത്യം പറയാലോ, ഇത്രയും നാളും അവളിങ്ങനെ ഒഴുപ്പിക്കളിച്ചപ്പോ ഞാൻ കരുതിയത് അവൾക്ക് ആരുമായിട്ടും അടുപ്പമുണ്ടെന്നാ. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. താൻ വെറുതെ ഓരോന്ന് ഊഹിച്ചു കൂട്ടുന്നതിന്റെ കുഴപ്പമാ. വിശ്വട്ടാ, നമുക്ക് രാവിലെ തന്നെ പോയാലോ? എങ്ങോട്ട്? ആ ഹരിസാറിന്റെ വീട്ടിലോട്ട്. മുമ്പ് നമ്മൾ ആലോചിച്ചിട്ട് പാതി വഴി നിർത്തിയതല്ലേ. താൻ എന്ത് വിട്ടുത്തരായി പറയുന്നത്? നേരെ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കല്യാണം ആലോചിക്കാൻ പറ്റുമോ? ഹരിക്ക് കല്യാണത്തിന് താല്പര്യമുണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ വിശ്വട്ടന്റെ പരിപാടി? മോളുടെ കൂട്ടുകാരി ആ സുനന്ദ ടീച്ചറില്ലേ, അവരെ കൊണ്ട് ഹരിയോട് ചോദിപ്പിക്കാം. ഹരിക്ക് എതിർപ്പില്ലെങ്കിൽ മാത്രം നമ്മൾ വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ. എന്തായാലും കൊള്ളാം. പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം. എപ്പോഴാ അവളുടെ മനസ്സ് മാറുന്നറിയില്ല. അതിനു മുമ്പ് നടത്തണം. ഓരോന്നിനും ഓരോ കാലമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നടക്കും. അയ്യോ ടീച്ചർ, അവിടെ കുഴി, ഇവിടെ മതില്, തിരിച്ചു പോ. ടീച്ചറായിരുന്നോ? എന്താ ചിന്ന, നീയും പഠനം നിർത്തിയോ? നിർത്തിയല്ലേ ടീച്ചറെ, പണിത്തിരക്കുണ്ടാ. പാടത്തുനിന്ന് പണി കഴിഞ്ഞ് കയറുമ്പോ താമസിക്കും, അതുകൊണ്ടാ. അല്ലാതെ നിന്റെ മുതലാളിയെ പോലെ വേറെ ട്യൂഷൻ ക്ലാസ്സിൽ ചേർന്നതൊന്നും അല്ലല്ലോ അല്ലേ? ഇല്ല, അണ്ണൻ വേറെ എവിടെയും ട്യൂഷന് പോകത്തില്ലല്ലോ. എന്തിനാ വേറെ പോകുന്നേ? വീട്ടിനകത്ത് തന്നെ ഉണ്ടല്ലോ. മുതലാളിയെ പഠിപ്പിക്കാൻ അങ്ങനെ പലരും കാണും. അത് കണ്ട് നീ പഠിക്കാതിരുന്ന നഷ്ടം നിനക്ക് തന്നെയാ. ശരി ടീച്ചറെ, ഞാൻ വരാം. അല്ല, മുതലാളിയുടെ കാര്യം പോലെ നിന്നെയും പഠിപ്പിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എവിടെ നിന്നാണെങ്കിലും പഠിച്ചാ മതി. അയ്യോ, എനിക്കങ്ങനെ ആരുമില്ല ടീച്ചറെ. ദേവേണ്ണനും അങ്ങനെ ആരുമില്ല ടീച്ചറെ. നമ്മൾ അറിഞ്ഞതെല്ലാം നുണയാണെന്നാ എൻ്റെ ഒരു വിശ്വാസം. മനസ്സ് പറയുന്നത് പോലെ എല്ലാം നടക്കണമെന്നില്ല ചിന്ന. എന്റെ അനുഭവം അതാ. ആ, അതൊക്കെ പോട്ടെ, മറക്കാനുള്ളത് മറന്നല്ലേ പറ്റൂ. ചിന്നൻ ട്യൂഷൻ നിർത്തണ്ട. ശരി ടീച്ചറെ.